ടാൻസാനിയയുടെ തലസ്ഥാന നഗരമാണ് ഡാറസലാം. നിങ്ങൾ ടിങ്ക ടിങ്ക പെയിന്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് ദേ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. സൻസിബാറിൽ നിന്നും ഏകദേശം 1.5 മണിക്കൂറാണ് ഇങ്ങോട്ടേക്കുള്ള യാത്ര. ടിക്കറ്റിന് 42 യൂറോ ആയി കേട്ടോ. ഞാൻ ദേ 12 ഗോ ഏഷ്യ എന്ന ആപ്പ് വഴിയാണ് സാധാരണയായി ടിക്കറ്റ് ബുക്ക് ചെയ്യാറുള്ളത്. ഡാർസലാം പോർട്ടിലെത്തി നേരെ ബുക്ക് ചെയ്ത എയർബിഎൻബിയിലേക്ക് പോയി. 3 ദിവസം വരെ ചോറും കറി ഇല്ലാതെ ജീവിക്കാം. 4ാമത്തെ ദിവസമോ ചോറോ കറിയോ കുറച്ച് കട്ടൻ ചായയോ കുടിച്ചില്ലെങ്കിൽ എന്റെ വൈബ് മാറും. അതുകൊണ്ട് എയർബിഎൻബി ആണ് ബെസ്റ്റ് ഓപ്ഷൻ. സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങി വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് തുണിയൊക്കെ അലക്കിയിട്ട് ഇന്നിനി റെസ്റ്റ് എടുക്കാമെന്ന് തീരുമാനിച്ചു. ഇവിടെ ഡാർസലാം സിറ്റിയിൽ യൂബർ അവൈലബിൾ ആണ്. നമ്മുടെ ഓട്ടോറിക്ഷകളില്ലേ, അതിനിവിടെ പേര് ബജാജീസ് എന്നാണ്. അങ്ങനെ ഒരു ചുമന്ന ബജാജീസിൽ കയറി സിറ്റി ഒന്ന് കറങ്ങി കാണാൻ തീരുമാനിച്ചു. ഒരു നാടിന്റെ ചരിത്രവും സംസ്കാരവുമല്ലേ നമ്മൾ ആദ്യം അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ആദ്യം പോയത് ഡാറസലാം നാഷണൽ മ്യൂസിയത്തിലാണ്. സിറ്റിയിലൂടെ നടന്ന് ഒരു മാർക്കറ്റിലെത്തി. കാരിയാക്കു മാർക്കറ്റ് ഡാറസലാം സിറ്റിയിലെ ഏറ്റവും വലിയ മാർക്കറ്റാണിത്. നമ്മുടെ നാട്ടിലെ ചന്തയുടെ അതേ വൈബ്. വിലക്കയറ്റം തന്നെയാണ് ഇവിടുത്തെയും പ്രധാന ചർച്ചാ വിഷയം. മാർക്കറ്റൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് നാളെ മിക്കുമി നാഷണൽ പാർക്കിലേക്ക് പോകാനുള്ള പ്ലാനിംഗ് ആരംഭിച്ചു. ഇന്നും ബജാജീസിൽ തന്നെയാണ് യാത്ര. വണ്ടി ഓടിക്കുന്നതിനിടയിൽ വെറുതെ ബിലാലിനോട് കുശലം ചോദിച്ചപ്പോഴാണ് അവൻ പറയുന്നത് അവന്റെ വീട് ഫിഷ് മാർക്കറ്റിനടുത്താണെന്ന്. എന്നാ പിന്നെ ആദ്യം ഫിഷ് മാർക്കറ്റിലൊന്ന് പോയി നോക്കാം. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് യുനെസ്കോയുടെ അംഗീകാരമുള്ള ഓപ്പൺ എയർ മ്യൂസിയമാണ് ഈ ഫിഷ് മാർക്കറ്റ് എന്ന്. ബോട്ടും വലയും ഉണ്ടാക്കുന്നത് മുതൽ വലിയ വലിയ പാർട്ടികൾക്കുള്ള കാറ്ററിംഗ് സർവീസ് വരെ ഈ ഫിഷ് മാർക്കറ്റിലുണ്ട്. ഒരു ദിവസം തന്നെ വേണ്ടി വന്നു ഇത് മൊത്തത്തിലൊന്ന് കണ്ടു തീർക്കാൻ. ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും വൈകുന്നേരമായി. പിന്നെന്താ, സൺസെറ്റൊക്കെ കണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് നാളെ കെനിയയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഓരോ സിറ്റിക്കും 2 മുഖമുണ്ടെന്ന് പറയുന്നത് എത്ര സത്യമാണ്. ഞാൻ ബിലാലിനോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇവിടുത്തെ ജീവിതം കാണാൻ കഴിയില്ലായിരുന്നു. ഡാറസലാം ടു മൊംബാസ ബസ്സിൽ 9 മണിക്കൂറാണ് യാത്ര. രാവിലെ 5 മണിക്ക് തന്നെ ബസ് സ്റ്റോപ്പിലെത്തി. പക്ഷേ ഓൺലൈൻ വഴി എടുത്ത ടിക്കറ്റ് ആയതുകൊണ്ടും QR കോഡ് സ്കാൻ ചെയ്യാൻ അവരുടെ കയ്യിൽ ഫോണില്ലെന്നും പറഞ്ഞ് ബസ്സിൽ ഞങ്ങളെ കയറ്റിയില്ല. 3 ദിവസത്തേന് വേറെ ബസ്സും ഇല്ല. ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു അപ്പൂപ്പൻ കാറിൽ വേറൊരു ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി തന്നു. ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ടാങ്കയിലേക്കുള്ള ബസ് കിട്ടി. ടാൻസാനിയ കെനിയ ബോർഡറിനടുത്തുള്ള ടാൻസാനിയയിലെ ചെറിയൊരു ടൗൺ ആണ് ടാങ്ക. ടാങ്കയിൽ എത്തിയപ്പോൾ തന്നെ കുറെ ആൾക്കാർ ഓടി അടുത്തു വന്നു. മൊംബാസ എന്ന് പറഞ്ഞത് മാത്രം ഓർമ്മയുണ്ട്. അപ്പോൾ തന്നെ പെട്ടിയൊക്കെ വാങ്ങി ടൊറന്റോ എക്സ്പ്രസിന്റെ ഓഫീസിലേക്ക് ഇവർ കൂട്ടിക്കൊണ്ടുപോയി. റോഡിൽ വെച്ച് തന്നെ മണി എക്സ്ചേഞ്ചും കഴിഞ്ഞു. ഗൈസ്, ഇതാണ് ടൊറന്റോ എക്സ്പ്രസ്. 2 മണിക്കൂർ ഓടിയാൽ പിന്നെ 10 ലിറ്റർ വെള്ളം റേഡിയേറ്ററിൽ ഒഴിച്ച് തണുപ്പിക്കേണ്ട വണ്ടി. ഓറഞ്ച് കെട്ടുകളുടെ കൂടെ ഞാനും എൻ്റെ പെട്ടിയും കെനിയൻ ബോർഡറിലെത്താൻ 6 മണിക്കൂർ എടുത്തു. ഇതിനിടയ്ക്ക് കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും ഇറങ്ങി വേറെ വണ്ടിയിൽ കയറിപ്പോയി. അങ്ങനെ ഇമിഗ്രേഷനും കഴിഞ്ഞ് കൈക്കൂലിയും കൊടുത്ത് വണ്ടി ഉന്തി മൊംബാസയിലെത്തിയപ്പം അടുത്ത ദിവസമായി. കെനിയയുടെ കോസ്റ്റൽ സിറ്റിയാണ് മൊംബാസ. ഇതാണ് ഞാൻ താമസിച്ച ഹോട്ടൽ. എനിക്ക് ഈ മൊംബാസയിൽ ആകെ ഇഷ്ടപ്പെട്ടത് ഇത് മാത്രമാണ്. പിന്നെ ദേ ഇതും ഇഷ്ടമായി, മൊംബാസയുടെ മറ്റാറ്റൂസ്. ഇവിടെ ബസ്സുകളില്ല, പകരം ഈ ചെറിയ വാനുകൾ മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ദിവസമല്ലേ, എന്തായാലും ഒരു സിറ്റി ടൂർ നടത്തിക്കളയാം. മൊംബാസ ഓൾഡ് സിറ്റി ഒന്ന് നടന്ന് കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ചെറിയൊരു ഷോപ്പിംഗ് നടത്തി തിരിച്ച് ഞാൻ ഹോട്ടലിലേക്ക് പോയി. വളർന്നു വരുന്ന ഒരു സിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും തിരക്കാണ്. അടുത്ത ദിവസം പോയത് ഒരു ജിറാഫ് സെന്ററിലേക്കാണ്. കുറേ നേരം ഈ പാർക്ക് ചുറ്റിക്കറങ്ങി കണ്ടു. പാർക്കിലൊക്കെ പോയി കഴിഞ്ഞ് വൈകിട്ട് എന്താ പരിപാടി? ബീച്ചിൽ തന്നെ. അല്ലെങ്കിലും കടലും സൂര്യനും ഒക്കെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? മൊംബാസയിൽ നിന്നും നൈറോബിയിലേക്ക് എത്താൻ ട്രെയിനിൽ 5 മണിക്കൂർ യാത്ര ചെയ്താൽ മതി. നൈറോബിയിലെ വിശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.